ഞങ്ങൾക്കൊരു സമ്മാനം, പിതാവിന്റെ വാഗ്ദാനം, സ്വർഗത്തിന്റെ സമ്മാനം. യേശുവിന്റെ അമ്മ എന്റെ അമ്മ, യേശുവിന്റെ അമ്മ നിന്റെ അമ്മ, യേശുവിന്റെ അമ്മ എന്റെ അമ്മ, യേശുവിന്റെ അമ്മ നിന്റെ അമ്മ. ഇതാണ് എന്റെ അമ്മ, ഇതാണ് എന്റെ അമ്മ, ഇതാണ് എന്റെ അമ്മ, ഇതാണ് എന്റെ അമ്മ. യേശുവിനെ ഉദരത്തിൽ വഹിച്ചവളേ, വചനത്തെ ഹൃദയത്തിൽ കാത്തവളേ, യേശുവിനെ ഉദരത്തിൽ വഹിച്ചവളേ, വചനത്തെ ഹൃദയത്തിൽ കാത്തവളേ, രക്ഷകനെ ഞങ്ങൾക്കു തന്നവൾ നീ, ലോകത്തെ രക്ഷിച്ചവൾ നീ. രക്ഷകനെ ഞങ്ങൾക്കു തന്നവൾ നീ, ലോകത്തെ രക്ഷിച്ചവൾ നീ. അമ്മേ നിനക്കു നന്ദി, അമ്മേ നിനക്കു നന്ദി, അമ്മേ നിനക്കു നന്ദി, അമ്മേ നിനക്കു നന്ദി. അവൻ വന്നത് അവൻ ദയയോ എന്നുമുള്ളത്, യേശു നല്ലത് അവൻ നല്ലത് അവൻ ദയയോ എന്നുമുള്ളത്. വെള്ളത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം, വെള്ളത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ജ്ഞാനഭൂമിക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാടുകട്ടല്ലോ, ജ്ഞാനഭൂമിക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാടുകട്ടല്ലോ. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി, നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്വർഗ്ഗവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ശക്തിയും ബലവും യേശുവിന്. ശക്തിയും ബലവും യേശുവിന്. രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക. Keep your hands on your chest and close your eyes. എല്ലാ കണ്ണും അടയ്ക്കുക. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായം 43 തിരുവചനം 42-43. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെ കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെ കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. Acts 10:43 says,
all those who believe in the name of Jesus Christ of Nazareth, because of this belief in the name of Jesus, all your sins will be forgiven. And this has been foretold by all the prophets of the yesteryears. നീ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? Do you believe in Jesus? Do you believe in the name of Jesus Christ? നീ അവന്റെ തിരുവചനങ്ങളെ വിശ്വസിക്കുന്നുവോ? Do you believe in this word of the Lord? കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം ഉണ്ടാകട്ടെ. All those who believe in the name of Jesus Christ of Nazareth, let them have എല്ലാ forgiveness of their sins. തലമുറകളും എല്ലാ പൂർവ്വപിതാക്കന്മാരും എല്ലാ അടിമകളും കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. You believe in the name of Jesus Christ, you and your family will be saved. All your ancestors. എല്ലാ ആത്മാക്കളും എല്ലാ തലമുറകളും എല്ലാ അടിമകളും കർത്താവിന്റെ വചനം കേൾക്കട്ടെ. Let all the souls hear the word of God. യേശു നിന്റെ പാപത്തിന്റെ പരിഹാര ബലിയാണ്. He is the redeemer for your sins. അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. Believe in the name of Jesus. ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. All your sins will be forgiven. നീ ചെയ്ത പാപങ്ങൾ എത്ര ഭീകരമാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും നിന്റെ ഹൃദയത്തിൽ നീ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം. ദൈവമേ, ഞാൻ അവിടത്തേക്ക് എതിരായി പാപം ചെയ്തു പോയല്ലോ, ഞാൻ അങ്ങേ തള്ളി പറഞ്ഞു പോയല്ലോ, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടു പോയല്ലോ, ഞാൻ സാത്താൻ അടിമയായി മാറിയല്ലോ, എന്നോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് നിന്റെ ഹൃദയത്തിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും ഇപ്പോൾ തന്നെ. However grave and cardinal is your sin, you just plead to the Lord. Tell him that I have committed sins. You repent and God will forgive you now. കർത്താവ് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ആ പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിദൂരദേശങ്ങളിൽ ഒരു വീട്ടിലിരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാ നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ മറിയത്തോളത്തുള്ള ഈ മഹോത്സവം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. I would like to say one more thing about Mother Mary. പരിശുദ്ധ മറിയം പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ചവളാണ്. She received the anointing of the Holy Spirit. ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേല് ദൈവമാതാവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുന്നുണ്ട്. നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും. When Saint Gabriel visited Mother Mary, he declared that you will conceive and bear a son. അപ്പോൾ മറിയം ഒരു കാര്യം ചോദിക്കുന്നത്, എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. And Mary replies, how can this happen? I do not know man. അതിന് ഉത്തരമായിട്ട് ദൂതൻ പറഞ്ഞ വാക്കിതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. And in reply, the messenger said, the Holy Spirit will come upon you. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, നോക്കണമേ, അവിടെയാണ് ആദ്യമായിട്ട് പരിശുദ്ധ മറിയവും പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധം വെളിപ്പെടുത്തുന്നത്. ദൂതൻ പറയുകയാണ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. വീണ്ടും പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. രണ്ട് കാര്യമാണ് പറഞ്ഞത്. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, രണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. Two things the messenger said, the Holy Spirit will come upon you and the power of the Most High will overshadow you. മറിയം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. കാരണം മറിയത്തിലേക്ക് വചനം കടന്നു വന്നു. മറിയം ആമേൻ പറഞ്ഞു. ഇത് കർത്താവിന്റെ ദാസിയുടെ വാക്ക് നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറിയത്തിലേക്ക് കടന്നു വന്നത് പരിശുദ്ധാത്മാവാണ്. മറിയത്തെ അഭിഷേകം ചെയ്യുകയാണ്. And when Mary said amen to the word of God through the messenger, the Holy Spirit came upon Mary.
രണ്ടാമത് സംഭവിക്കുകയാണ്, അത്യുന്നതന്റെ ശക്തി, the power of the Almighty will overshadow you എന്ന് ദൂതൻ പറഞ്ഞു. അത്യുന്നതന്റെ ശക്തി ഇതാ കന്യാമറിയത്തിലേക്ക് ഇറങ്ങി വന്ന് ആവശ്യിക്കുകയാണ്. And the second thing is, the messenger said that the power of the Most High will overshadow you, and so she received the power of the Most High in her. അത്യുന്നതന്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന് നൽകപ്പെട്ട ദൈവത്തിന്റെ അത്ഭുതകരമായ അഭിഷേകമാണ്. The power of the Most High is the unique anointing that Mary received from the Father in heaven. മറിയം ദൈവത്തിന്റെ വചനം സ്വീകരിച്ചപ്പോൾ തന്നെ ആത്മാവിൽ സ്നാനപ്പെട്ടു, ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടു. The moment Mary received the word, she was baptized in the Holy Spirit, and she was strengthened by the Holy Spirit. അതിനുശേഷം നമ്മൾ കാണുകയാണ്, മറിയം തന്റെ ചാർച്ചക്കാർ എലിസബത്തിനെ കാണാൻ വേണ്ടി യൂദയയിലെ മലമ്പ്രദേശത്തേക്ക് ഓടിപ്പോകുക, തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. And she goes in a haste to meet her aunt Elizabeth. അവിടെ ചെന്നപ്പോൾ എലിസബത്തിനെ കാണുന്നു. മറിയം എലിസബത്തിനെ അഭിവാദ്യം ചെയ്യുന്നു. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിട്ട് മാറി. And she meets Elizabeth, greets her, and the moment she greeted, Elizabeth was filled with the Holy Spirit. എലിസബത്തിന്റെ ഉദരശിശുവായ യോഹന്നാൻ ഉദരത്തിൽ സന്തോഷത്താൽ ആത്മാവിൽ നിറഞ്ഞ് കുതിച്ചു ചാടുകയാണ്. And John the Baptist in the womb of Elizabeth leapt for joy. ലൂക്കാസ് സുവിശേഷം 1:44 വചനം പറഞ്ഞിരിക്കുന്നു, എലിസബത്ത് പറയാണ്, ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവിന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. When I heard your greeting, the Holy Spirit came upon me and I am filled, and the child in my womb leapt for joy. ഇതാണ് എലിസബത്ത് വിളിച്ചു പറയുന്നത്, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, വാക്ക് ശ്രദ്ധിക്കണം. നിന്റെ അഭിവാദന സ്വരം. മറിയം എലിസബത്തിനെ അഭിവാദ്യം ചെയ്തു. അത് മറിയം പറഞ്ഞ വാക്ക് എന്താണ് ബൈബിളിൽ ഇല്ല. അത് ഹല്ലേലൂയ ആണെന്ന് ഞാൻ ഇതിനു മുമ്പ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മറിയം പറഞ്ഞ വാക്കാണ് ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, പ്രൈസ് ദി ലോർഡ്. ഈ വാക്ക് പരിശുദ്ധ മറിയം പറഞ്ഞപ്പോൾ, ആ സ്വരം കേട്ടപ്പോൾ എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആവശ്യിക്കുകയാണ്. എലിസബത്ത് ആത്മാവിൽ നിറയുകയാണ്. ഉദര ശിശു അഭിഷേകം ചെയ്യപ്പെട്ട ഉള്ളില് കുതിച്ചു ചാടുകയാണ്. ഹല്ലേലൂയ. ഒരുവളുടെ സ്വരം കേട്ടപ്പോൾ പ്രാർത്ഥിച്ചില്ല. അഭിഷേകത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല, ഒന്നും പ്രാർത്ഥിച്ചില്ല. അഭിവാദ്യം ചെയ്ത നിമിഷം ആ സ്വരം കേട്ടപ്പോൾ ഇത് പരിശുദ്ധാത്മാവ് കൊണ്ട് എലിസബത്തും ഉദര ശിശുവും നിറയപ്പെട്ടു. ആരാണ് പരിശുദ്ധ മറിയം അങ്ങനെയാണ് എങ്കിൽ? The only word that Mary uttered was hallelujah. At the very moment when on hearing that sound, she's filled with the Holy Spirit, and the child leapt for joy. Just by one word, that sound did so much of anointing. If it is so, who is really this Holy Virgin Mary? രണ്ടാമത്തെ കാര്യമാണ്, ഈ ഉദരശിശുവായ യോഹന്നാനിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞിരുന്നത് ഏലിയ പ്രവാചകന്റെ അഭിഷേകമായിരുന്നു. ലൂക്കാസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന ഗബ്രിയേൽ ദൂതൻ ശക്കറിയ പുരോഹിതനുമായി സംസാരിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം 15 മുതൽ 17 അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ശിശു അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, അവൻ സ്വീകരിക്കുന്നത് ഏലിയ പ്രവാചകന്റെ അഭിഷേകമായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് എഴുന്നേറ്റിരിക്കുക എല്ലാവരും. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ക്രിസ്തുവിനും 800-900 വർഷങ്ങൾക്ക് മുമ്പാണ് ഏലിയ പ്രവാചകൻ ജീവിച്ചിരുന്നത്. 900 years before Jesus, Elijah lived in this world. ഏലിയ പ്രവാചകനിൽ നിന്നും അഭിഷേകം ഏലിയ എടുക്കപ്പെട്ടപ്പോൾ അത് മറ്റൊരാളേക്ക് പകരപ്പെട്ടു. ആരിലേക്കാണ് പകരപ്പെട്ടത്? അല്ലേക്കാണ് എലീശയിലേക്ക് ഇത് പകരപ്പെട്ടു. And the anointing, when Elijah was taken up into heaven, went down to Elisha. എലീശയിലേക്ക് വന്ന അഭിഷേകം പിന്നീട് പോകേണ്ടിയിരുന്നത് എലീശയുടെ വിശ്വസ്തനായ ഭൃത്യനായ ഗഹസിയിലേക്കായിരുന്നു. And after Elisha, that anointing should have gone to his servant ഗഹസി. സമ്പത്തിന് വേണ്ടി ഓടി, പണമുണ്ടാക്കാൻ വേണ്ടി കള്ളത്തരം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പിടിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, അവൻ കുഷ്ഠരോഗിയായിട്ട് മാറി. But he was attracted by the wealth of this world, Gehazi, and he was caught and he was punished and he became a leper. പിന്നീട് എലീശായും മരിച്ചു. Later on, Elisha also died. ഏലിയയുടെ അഭിഷേകം എലീശയ്ക്ക് ലഭിച്ചു. എലീശ പിന്നീട് മരിക്കുന്നു.
ഈ അഭിഷേകം പിന്നെ എവിടെ പോയിന്ന ഒരു വിവരം ബൈബിളിൽ ഇല്ല, ആർക്കും അറിയില്ല. The anointing of Elijah went to Elisha after Elisha's death. What happened to this anointing? Nothing is said in the word of God. 900 വർഷങ്ങൾക്ക് ശേഷം ഇത് പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ആ ഏലിയുടെ അഭിഷേകം യോഹന്നാനിലേക്ക് പകരപ്പെടുന്നതാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. And now we see after 900 years the Elijah anointing through Holy Virgin Hallelujah! goes to John the Baptist. ആരാണ് പരിശുദ്ധ മറിയം? Who is the Holy Virgin Mary? ലോകത്തിന് നഷ്ടപ്പെടുമായിരുന്ന അഭിഷേകത്തെ, ഏലിയുടെ അഭിഷേകത്തെ ഇത് യോഹന്നാനിലേക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസിയാണ് പരിശുദ്ധ കന്യക മറിയം. The Elijah anointing that was lost to this world, to bring it back and give it to John the Baptist, Mary was designated for that and sent into this world. മറിയം വെറും മുട്ടത്തോടാണെന്ന് മാത്രം മനുഷ്യർ പറയരുത്. And please do not say that she is an eggshell. ഞാൻ വീണ്ടും പറയും, ഈ ലോകത്തിന്റെ രക്ഷ ഇന്ന് ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ കരങ്ങളിലാണ്. And today the redemption of this world, Mary is appointed for that. പരിശുദ്ധ മറിയത്തെ നിന്റെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുക. Receive Holy Virgin Mary as your own mother. യേശുവിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രൂശിൽ യേശു മരിക്കുന്ന നിമിഷത്തിൽ യേശു പറഞ്ഞു, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രൂശിലൂടെ നിന്നിരുന്ന താൻ സഹിച്ച ശിഷ്യന് തന്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തത്. It is the greatest gift that Jesus Christ has given us. That is his own mother. When before dying on the cross, to John he appointed. യേശു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. And he said to John, here is your mother. യേശു തന്ന സമ്മാനമാണ് പരിശുദ്ധ മാതാവ്. This is the greatest gift that Jesus has given us. ആ അമ്മയെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക. You receive her into your heart. അവൾ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം എന്നും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കും. And if she is there in your heart, your life will be a blessed life. ഈ 32 വർഷം ഞാൻ വീണ്ടും പറയും, ഇവിടെ ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാരണം, ദൈവം നൽകിയ അഭിഷേകത്തെ സംരക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം കൂടെ ഉള്ളതുകൊണ്ട് ആ മറിയത്തിന്റെ സംരക്ഷണം കൊണ്ടാണ് സാത്താനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. If for 32 years this service is going strong like this, if this anointing was protected so many years, it is because of the presence of the Holy Virgin Mary. പരിശുദ്ധ മറിയത്തിന്റെ സ്വരം കേട്ടാണ് എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുന്നത്. It is by hearing the voice of Holy Virgin Mary, the Holy Spirit enters into Elizabeth. കാനായിലെ വിവാഹ വിരുന്നില് വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് മറിയത്തെ ഉണർത്തിയത് പരിശുദ്ധ മറിയത്തിൽ വസിച്ച പരിശുദ്ധാത്മ അഭിഷേകമായിരുന്നു. And in Cana, the anointing in Jesus was aroused by the intervention of the Holy Virgin Mary. യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആത്മാവിൽ ശക്തനായി ഗലീലയിലേക്ക് വരുന്നു. വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ കടന്നു വരുന്നു. അവിടെ യേശു പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സമയമായിരുന്നു. പക്ഷേ യേശുവിനത് മറക്കപ്പെട്ട കാര്യമായിരുന്നു. After 40 days of fasting and prayer, Jesus comes to Galilee to attend the wedding at Cana. And there, through the intervention of the Holy Virgin Mary, it was really the time for Jesus to perform. പരിശുദ്ധ മറിയത്തിലെ വസിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകം മറിയത്തെ ഉണർത്തി. So she rushed to Jesus. അവിടെ യേശു ഓടിച്ചെന്ന് പറയാണ്, അവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞു, എന്റെ സമയമായില്ല സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്. The Holy Spirit in Holy Virgin Mary aroused her, and she goes up to Jesus and tells her that they have no wine. But Jesus replies, "Oh woman, what is it for me and you? My time is not yet come." അത് കേട്ട് മറിയം മനസ്സിടിഞ്ഞ് തിരിച്ചു പോയില്ല. മറിയം വിളിച്ചു പറയാണ്, വേലക്കാരൻ വിളിച്ചു പറയാണ്, "Do whatever he tells." അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന് ഒരൊറ്റ വാക്ക് മറിയത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. But Mary was not disappointed. She just said one word to the servants, "Do whatever he says to you." അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് മറിയം പറഞ്ഞ വാക്ക് യേശു കേട്ടു. യേശു കേട്ടപ്പോൾ യേശുവിന്റെ ആത്മാവ് അഭിഷേകത്തോടെ ഉണർന്നു. യേശു വെള്ളപ്പെട്ടെന്ന് പറയാണ്, "Fill the jars." ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന്. Whatever Holy Virgin Mary said to the servants, Jesus heard it, and by hearing that voice of Holy Virgin Mary, the anointing in Jesus aroused and it was ignited. Hallelujah! Hallelujah! മറിയത്തിന്റെ വാക്ക് യേശു കേട്ടപ്പോൾ, അത് മറിയത്തിൽ പുറപ്പെട്ട വചനം
അത് വചനമാണ്. കാരണം മറിയം ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവളാണ്, അഭിഷിക്തയാണ് അവള്. ആ വാക്കു കേട്ടപ്പോൾ യേശുവിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ഉണർന്നു. ഉടനെ യേശു ഒരു അത്ഭുതം ചെയ്യുകയാണ്. പറഞ്ഞെങ്കിൽ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെടുന്നു, അവർ നിറയ്ക്കുന്നു, അത് വീഞ്ഞായിട്ട് മാറുന്നു. Because Mary is fully filled with the Holy Spirit, whatever she utters is the word of God. And the word of God, when hearing on the word of God, their anointing in Jesus is aroused and he performs the miracle. എലിസബത്ത് മറിയത്തിന്റെ സ്വരം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളായിട്ട് മാറി. When Elizabeth heard the voice of Mother Mary, she was filled with the Holy Spirit. യേശു മറിയത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആത്മാവിൽ ജ്വലിച്ചവനായിട്ട് മാറി. And when Jesus heard the word of Holy Virgin Mary, he was baptized by the Holy Spirit. എന്തുകൊണ്ടാണ് പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവ് അവിടെ തീ നാവുകളായിട്ട് ഇറങ്ങി വന്നത് അപ്പോസ്തലന്മാരുടെ മേൽ? And why did the Holy Spirit in the form of tongues of fire come down upon the apostles on the Pentecost day? ഒറ്റ കാരണം പറയാനുള്ളൂ. There is only one reason. ദൈവത്തിന്റെ ആത്മാവിന്റെ സമ്പൂർണ്ണമായ നിറവ് അഭിഷേകം ഉണ്ടായിരുന്ന ദൈവമാതാവിന്റെ പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്നും അവിടെ ഇറക്കി കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ അഭിഷേകം ചെയ്തത്. The only reason is that because Holy Virgin Mary was totally and fully filled with the Holy Spirit, and that Holy Spirit, that anointing brought the tongues of fire down upon the heads of the apostles. അവിടെ മറിയത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ അഭിഷേകം ചെയ്തത്. Because of the presence of the Holy Virgin Mary, the Holy Spirit from heaven came down upon the apostles. യേശുവിനും 500 വർഷം മുമ്പ് ജോയൽ പ്രവാചകൻ നടത്തിയ പ്രവചനം മാംസം ധരിക്കപ്പെട്ടത് പൂർത്തീകരിക്കപ്പെട്ടത് പരിശുദ്ധ കന്യാമറിയത്തിലൂടെയാണ്. Whatever Joel prophesied that fulfilled took flesh on that day. ആരാണ് പരിശുദ്ധ മറിയം? Who is Holy Virgin Mary? അവിടെ സ്വരം കേട്ട് ഒരുവൾ ആത്മാവിൽ നിറയപ്പെട്ടു. When somebody hears her sound, he or she is filled with the Holy Spirit. അവളുടെ വാക്കുകൾ കേട്ട് യേശുവിന്റെ ആത്മാവ് ഉണർന്നു. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു. And when Jesus heard a voice, the anointing in him, the Holy Spirit in him is aroused. ഇത് മറിയത്തിന്റെ സാന്നിധ്യം, അപ്പോസ്തലന്മാരുടെ സാന്നിധ്യം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തീ നാവുകളായി അവിടെ ഇറക്കി കൊണ്ടുവരുന്നു. The presence of the Holy Virgin Mary brought down the tongues of fire from heaven upon the heads of the നിങ്ങൾ apostles. പറയുന്ന മുട്ടത്തോടാണോ മറിയം? And you say that Mary is simply a shell of തെറ്റുകൾ a തിരുത്തണം, ഇനിമേൽ ആവർത്തിക്കരുത്. പരിശുദ്ധ മറിയം ആരാണെന്ന് എല്ലാവരും തിരിച്ചറിയണം. Please do not repeat such things. You must realize who Mother Mary is. വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. Do not misinterpret the word. ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് പിതാവേ. I am praying. പരിശുദ്ധ മറിയത്തിനെതിരെ സാത്താൻ നിർത്തിയിരിക്കുന്ന അവന്റെ സകല സൈന്യവ്യൂഹങ്ങളും ഈ നിമിഷങ്ങളിൽ പിടിക്കപ്പെടട്ടെ കർത്താവേ. And I pray, let all the forces of the darkness who stands against Mother Mary be seized now. പരിശുദ്ധ മറിയത്തെ ഭയപ്പെടുന്ന പിശാച് മറിയം വഴി താൻ നശിപ്പിക്കണമെന്ന് അറിയുന്നത് കൊണ്ട് അവൻ മറിയത്തെ മഹത്വപ്പെടുത്തുന്നു, തടസ്സപ്പെടുത്തുന്നു. ആരും മറിയത്തിന് പിന്നാലെ പോകരുത്, ആരും മറിയത്തെ സ്നേഹിക്കരുത്. ഇത് പിശാചിന്റെ വ്യാമോഹമാണ്. Because Satan well knows that Mary is going to crush his head, he hinders anybody who is glorifying Mother Mary. പരിശുദ്ധ മറിയം മഹത്വപ്പെടട്ടെ. Let Mother Mary be glorified. എല്ലാ ദേശങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും മറിയം മഹത്വപ്പെടട്ടെ. In every individual, nations, families, everywhere, let Ave Holy Virgin Mary Maria. be glorified. Ave Maria. Ave Maria. Ave Maria. Ave Maria. പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞിരിക്കുന്ന അഭിഷേകം, എലിസബത്തിനെ അഭിഷേകം ചെയ്തെങ്കിൽ, യേശുവിനെ ഉണർത്തിയെങ്കിൽ, അപ്പോസ്തലന്മാർക്ക് അഭിഷേകത്തെ ഇറക്കിക്കൊണ്ട് വന്നുവെങ്കിൽ, അതേ പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതേ പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകം ഇവിടെയുണ്ട്. അല്ലയോ സ്പിരിറ്റിന്റെ മക്കളെ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ദാഹം അഗ്നിയായ ദൈവത്തിന്റെ ആത്മാവിനെ വീണ്ടും ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് വരട്ടെ. Let your faith bring down the Holy Spirit from heaven now. Because Holy Virgin Mary is here, who baptized Jesus, who aroused or anointed Elizabeth, anointed the apostles. She is here with us now. രണ്ട് കൈ ഉയർത്തി പിടിക്കട്ടെ. Raise your hands. എല്ലാ കണ്ണുകളും അടയ്ക്കുക. Close your eyes. ദൈവം നമുക്ക് നൽകിയ ദാനമായ പരിശുദ്ധ അമ്മയോർത്ത് പിതാവിന് നന്ദി പറയുക. Thank God for giving this great gift. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്റെ ഭാഗ്യവതി പ്രകൃതി നല്ല ചെയ്ത പരിശുദ്ധ മറിയത്തിന്റെ വാക്കുകൾ എല്ലാ തലമുറയ്ക്കും വേണ്ടി നമുക്ക് മാംസം ധരിപ്പിക്കാം. From now on, all generations will
say that I am fortunate. Let that word become flesh in every generation now. പരിശുദ്ധ മറിയത്തെ തള്ളി പറഞ്ഞ് കുറ്റം പറഞ്ഞ് അപഖ്യാതി പറഞ്ഞ് പാപം ചെയ്ത് മരിച്ചുപോയ നഷ്ടപ്പെട്ടവരായി ഇത് സാത്താനെ പിടികിടക്കുന്ന സകല ആത്മാക്കളെയും അവൻ മുട്ടിച്ചു കൊണ്ടുപോയ എല്ലാ ആത്മാക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ബന്ധിക്കുന്നു. അവരെ വിട്ടയക്കുക പിശാചേ, അവരെ വിട്ടയക്കുക സാത്താനെ, അവരെല്ലാം കീഴടങ്ങട്ടെ. I command the Satan to release all the souls who sinned by criticizing and maligning Mother Mary. All the generations, all the sinners be released now. പരിശുദ്ധ അമ്മയ്ക്കെതിരായി സാത്താൻ വിന്യസിച്ചിട്ടുള്ള ഞങ്ങളുടെ തലമുറകൾ, അവർ പരിശുദ്ധ മറിയത്തെ തള്ളി പറഞ്ഞവര്, കുറ്റം പറഞ്ഞവര്, വിമർശിച്ചവര്, ഉപേക്ഷിച്ചവര്, അനേകര് തങ്ങളുടെ പാപങ്ങളിലൂടെ മറ്റു പാപങ്ങളിലൂടെയും ഒരു സാത്താൻ അടിമത്തിൽ കടന്നുപോയപ്പോൾ പിശാചി അവരെ ഉപയോഗിച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളായി ഇത് മറിയത്തിനെതിരായി ദുർവ്യാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുവാൻ സാത്താൻ അവരെ ഉപയോഗിക്കുകയാണ്. അനേകം മനുഷ്യര് ഈ അശുദ്ധാത്മാക്കളാൽ സ്വാധീനിക്കപ്പെട്ടവരായിട്ട് ഇത് പരിശുദ്ധ അമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നവരാണ്. All those ancestors who criticized Mother Mary, they are in the clutches of the Satan, and Satan is using them to prevent people from glorifying Mother Mary. And I command all the souls be released now. യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ള നാമത്തില് സകല അടിമകളും കീഴടങ്ങട്ടെ. In the name of Jesus എല്ലാ Nazareth, അശുദ്ധാത്മാക്കളും കീഴടങ്ങട്ടെ. that all slaves, സകല പാമ്പുകളെ ബന്ധിക്കുന്നു, എല്ലാ തേളുകളെ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ കീഴടങ്ങട്ടെ. നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ദൈവത്തിന് എല്ലാ നന്മകളും ഒഴുകിയിറങ്ങട്ടെ. ദൈവശക്തി ഇറങ്ങി വരട്ടെ. പരിശുദ്ധ മറിയത്തിന് അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നിറയട്ടെ. എല്ലാ ഹൃദയങ്ങളും വ്യാപരിക്കട്ടെ. ശത്രു വിട്ടു മാറട്ടെ. സാത്താൻ വിട്ടു മാറട്ടെ. എല്ലാ വെറുപ്പിന്റെ, കോപത്തിന്റെ, പ്രതികാരത്തിന്റെ ദുരാത്മാക്കൾ കീഴടങ്ങട്ടെ, വിട്ടു മാറട്ടെ. എല്ലാ പാപത്തിന്റെ ശക്തിയിലും കീഴടങ്ങി യേശു വിട്ടു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, സ്തോത്രം. നിങ്ങളുടെ രണ്ട് കരങ്ങളും ശിരസിൽ വയ്ക്കുക, രണ്ട് കൈകളും ശിരസിൽ keep വയ്ക്കുക. your hands on your head. നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരികമായ രോഗങ്ങൾ, പാരമ്പര്യമായ രോഗങ്ങൾ, പൈശാചിക പീഡകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവയിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ അവയെല്ലാം വിട്ടുമാറ്, വിട്ടുമാറ്. ഒരു ശരീരത്തെ വിട്ടുമാറ്, ഒരു ഹൃദയങ്ങളെ വിട്ടുമാറ്. എല്ലാ മനോരോഗങ്ങൾ വിട്ടുമാറട്ടെ. അശുദ്ധാത്മകൾ വിട്ടുമാറ്, വിട്ടുമാറ്, വിട്ടുമാറ്. യേശുവിന്റെ നാമത്തില് ഉപേക്ഷിക്കാനാവാത്ത മദ്യാസക്തി, വ്യഭിചാരാസക്തി യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. സകല ദുരാത്മാക്കളെ ബന്ധിച്ചിരിക്കുന്നു. കർത്താവിന്റെ വചനം കേട്ടിട്ട്, കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിച്ചിട്ട് വീണ്ടും പാപം ചെയ്ത് അടിമതി കിടക്കുന്ന സകല മനുഷ്യരും യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ. പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകത്താൽ അവർക്കെല്ലാം വിടുതൽ കിട്ടട്ടെ. അടിമകൾ സ്വതന്ത്രരാകട്ടെ. എല്ലാ മനുഷ്യരും സ്വതന്ത്രരാകട്ടെ. എൻ്റെ മേലുള്ള ശാപത്തിന്റെ, രോഗത്തിന്റെ, പാരമ്പര്യ രോഗത്തിന്റെ, പൈശാചിക പീഡകളുടെ എല്ലാ ആധിപത്യങ്ങളും ഇപ്പോൾ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു, നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാലും യോഗ്യതയാലും സഹോദര, സഹോദരി, കുഞ്ഞെ, നീ ഇപ്പോൾ സ്വതന്ത്രനാവുക. നീ സ്വതന്ത്രയാകട്ടെ, സ്വതന്ത്രയാകട്ടെ, സ്വതന്ത്രനാകട്ടെ. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen.